ശാന്തി 17/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ രഹസ്യം എല്ലാവരെയും കേൾപ്പിക്കൂ. ആബു ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. സ്വയം ഭഗവാൻ ഇവിടെ നിന്നാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്തത്. ചോദ്യം: ഏതൊരു കാര്യം മനുഷ്യൻ അഥവാ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ ആൾത്തിരക്ക് ഉണ്ടായേനെ? ഉത്തരം: മനസ്സിലാക്കേണ്ട മുഖ്യമായ കാര്യം ഇതാണ്. ബാബ ഏതൊരു രാജയോഗമാണ് പഠിപ്പിച്ചിരുന്നത് അതിപ്പോൾ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് സർവവ്യാപിയല്ല. ബാബ ഈ സമയത്ത് ആബുവിൽ വന്ന് വിശ്വത്തിൽ ശാന്തി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജഡസ്മാരകമായ ദിൽവാഡ ക്ഷേത്രവുമുണ്ട്. ആദിദേവൻ ഇവിടെ ചൈതന്യത്തിൽ ഇരിക്കുകയാണ്. ഇത് ചൈതന്യ ദിൽവാഡ ക്ഷേത്രമാണ്. ഈ കാര്യം മനസ്സിലാക്കിയെങ്കിൽ ആബുവിൻ്റെ മഹിമയുണ്ടായേനെ. ഇവിടെ ആൾത്തിരക്കുണ്ടായേനെ. ആബുവിൻ്റെ പേര് പ്രസിദ്ധമായാൽ ഇവിടെ വളരെ പേർ വരും. ഓം ശാന്തി. കുട്ടികളെ യോഗം പഠിപ്പിച്ചു. മറ്റെല്ലാ സ്ഥാനത്തും എല്ലാവരും സ്വയമേ പഠിക്കുന്നു. പഠിപ്പിക്കുന്നവൻ ബാബയല്ല, അന്യോന്യം സ്വയമേ പഠിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെയാണെങ്കിൽ വളരെയധികം മിത്രസംബന്ധികളും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ വളരെ പ്രയാസപ്പെട്ട് ദേഹി അഭിമാനി ആകുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം ദേഹി അഭിമാനി ആകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ധാരാളം പേരുണ്ട്, അവർക്ക് ഒന്നും അറിയില്ല. ശിവബാബ നമ്മുടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആ ബാബ ഇദ്ദേഹത്തിൽ വിരാജിതനാണ്, ഇവിടെ വിരാജിതനാണ്. ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടി വരുന്നു. ധാരാളം കുട്ടികളുണ്ട്, അവർക്ക് ശിവബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിശ്ചയമേ ഇല്ല. നമ്മൾ എങ്ങനെ നിശ്ചയം വരുത്തും എന്ന് എങ്ങനെയാണോ മറ്റുള്ളവർ പറയുന്നത്, അതേപോലെ ഇവിടെയും ഉണ്ട്. അഥവാ പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കുമെങ്കിൽ വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിച്ച് സ്വയം തന്നിൽ ബലം നിറയ്ക്കുന്നു. ധാരാളം സർവീസ് ചെയ്യുന്നു. കാരണം മുഴുവൻ വിശ്വത്തെയും പാവനമാക്കേണ്ടതുണ്ടല്ലോ. യോഗത്തിലും കുറവുണ്ട്, അപ്പോൾ ജ്ഞാനത്തിലും കുറവുണ്ട്. കേൾക്കുന്നു, പക്ഷേ ധാരണ ഉണ്ടാകുന്നില്ല. അഥവാ ധാരണ ഉണ്ടായെങ്കിൽ പിന്നെ മറ്റുള്ളവരെയും ധാരണ ചെയ്യിച്ചേനെ. ബാബ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. അവർ കോൺഫറൻസും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നു. എന്നാൽ വിശ്വത്തിൽ ശാന്തി എപ്പോൾ ഉണ്ടായിരുന്നു, ഏത് പ്രകാരത്തിലാണ് ഉണ്ടായിരുന്നത്, അതൊന്നും അറിയുന്നില്ല. ഏത് പ്രകാരത്തിലുള്ള ശാന്തിയാണോ ഉണ്ടായിരുന്നത് അത് തന്നെ വേണമല്ലോ. ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. വിശ്വത്തിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്ഥാപന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ്. എങ്ങനെയുള്ളതാണ് ഈ ദിൽവാല ക്ഷേത്രം? ആദിദേവനുമുണ്ട്. മുകളിൽ വിശ്വത്തിൽ ശാന്തിയുടെ ദൃശ്യവുമുണ്ട്. എവിടെയെങ്കിലും കോൺഫറൻസിലോ മറ്റോ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കൂ, വിശ്വത്തിൽ ഏത് പ്രകാരത്തിലുള്ള ശാന്തിയാണ് വേണ്ടത്? ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിൽ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. ദിൽവാല ക്ഷേത്രത്തിൽ അതിൻ്റെ മുഴുവൻ സ്മാരകവുമുണ്ട്. വിശ്വത്തിൽ ശാന്തിയുടെ സാമ്പിൾ വേണമല്ലോ. ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നില്ല. കല്ല് ബുദ്ധിയാണല്ലോ. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറയുവാൻ സാധിക്കും, വിശ്വത്തിൽ ശാന്തിയുടെ സാമ്പിൾ ഒന്നാമതായി ഈ ലക്ഷ്മി നാരായണനാണ്. പിന്നെ ഇവരുടെ രാജധാനിയും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ദിൽവാല ക്ഷേത്രത്തിൽ പോയി നോക്കൂ. മോഡലും കാണിച്ചു തരുമല്ലോ. അത് പോയി ആബുവിൽ നോക്കൂ.
ക്ഷേത്രം നിർമ്മിക്കുന്നവർ സ്വയം അറിയുന്നില്ല. അവർ തന്നെ ഇരുന്ന് ഈ സ്മാരകം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് ദിൽവാല ക്ഷേത്രം എന്ന നാമവും വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആദി ദേവനെയും ഇരുത്തിയിരിക്കുന്നു. മുകളിൽ സ്വർഗവും കാണിച്ചിരിക്കുന്നു. ഏതുപോലെ അത് ജഡമാണ്, അതേപോലെ നിങ്ങൾ ചൈതന്യമാണ്. ഇതിന് ചൈതന്യ ദിൽവാല എന്ന നാമം വയ്ക്കാൻ സാധിക്കും. എന്നാൽ എത്ര തിരക്കുണ്ടാകും എന്നറിയില്ല. ഇത് എന്താണ് എന്ന് മനുഷ്യർ കുഴങ്ങിപ്പോകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം പ്രയത്നം തോന്നുന്നു. ധാരാളം കുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. വാതിൽക്കൽ അരികിൽ ഇരിക്കുകയാണ്, ഒന്നും മനസ്സിലാക്കുന്നില്ല. എക്സിബിഷനിൽ അനേകം പ്രകാരത്തിലുള്ള മനുഷ്യർ പോകുന്നു. അനേകം മഠങ്ങളും മാർഗങ്ങളുമുണ്ട്. വൈഷ്ണവ ധർമ്മത്തിലുള്ളവരുമുണ്ട്. വൈഷ്ണവ ധർമ്മം എന്നതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ ചക്രവർത്തി പദവി എവിടെ? അറിയുന്നതേയില്ല. ശ്രീകൃഷ്ണൻ്റെ രാജധാനിയെയും സ്വർഗം, വൈകുണ്ഠം എന്ന് പറയുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, ക്ഷണം ഉണ്ടാകുമ്പോൾ അവിടെ പോയി നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കൂ, വിശ്വത്തിൽ ശാന്തി എപ്പോഴാണ് ഉണ്ടായിരുന്നത്. ഈ ആബു ഏറ്റവും ഉയർന്നതിലും ഉയർന്ന തീർത്ഥസ്ഥാനമാണ്. കാരണം ഇവിടെ ബാബ വിശ്വത്തിൻ്റെ സദ്ഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആബു പർവ്വതത്തിൽ അതിൻ്റെ സാമ്പിൾ കാണണം എന്നുണ്ടെങ്കിൽ പോയി ദിൽവാല ക്ഷേത്രം നോക്കൂ. വിശ്വത്തിൽ ശാന്തി എങ്ങനെ സ്ഥാപിച്ചിരുന്നു എന്നതിൻ്റെ സാമ്പിളാണ്. കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കും. ജൈനരും സന്തോഷിക്കും. നിങ്ങൾ പറയും, ഈ പ്രജാപിത ബ്രഹ്മാവ് നമ്മുടെ പിതാവാണ്, ആദിദേവനാണ്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ബ്രഹ്മകുമാരിമാർക്ക് എന്താണ് പറയുന്നതേ അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ആബുവിൻ്റെ വളരെ ഉയർന്ന മഹിമ വർണ്ണിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആബു ആണ് വലുതിലും വലിയ തീർത്ഥസ്ഥാനം. ബോംബെയിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ആബു പർവ്വതം വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. കാരണം പരംപിത പരമാത്മാവ് ആബുവിൽ വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തു. എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ രചന രചിച്ചത്? ആ സ്വർഗത്തിൻ്റെയും ആദിദേവൻ്റെയും മോഡൽ എല്ലാം ആബുവിലുണ്ട്. അത് ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അതിനാൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം നിങ്ങൾ ചോദിക്കൂ, വിശ്വത്തിൽ ഏത് പ്രകാരത്തിലുള്ള ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശ്വത്തിൽ ശാന്തി ഇവരുടെ, അതായത് ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിലുണ്ടായിരുന്നു. ഒരേ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇവരുടെ ഡിനാസ്റ്റിയുടെ രാജ്യമായിരുന്നു. വരൂ, ഇവരുടെ രാജധാനിയുടെ മോഡൽ ആബുവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പഴയ പതീത ലോകം തന്നെയാണ്. പുതിയ ലോകം എന്ന് പറയില്ലല്ലോ. പുതിയ ലോകത്തിൻ്റെ മോഡൽ ഇവിടെയുണ്ട്. പുതിയ ലോകം ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, അതിനാൽ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും അറിയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല, മനസ്സിലാകുന്നതേയില്ല. കാര്യം വളരെ സഹജമാണ്. മുകളിൽ സ്വർഗത്തിൻ്റെ രാജധാനി നിൽക്കുകയാണ്. താഴെ ആദിദേവൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ ആഡം എന്നും പറയുന്നു. അത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഇങ്ങനെ നിങ്ങൾ മഹിമ കേൾപ്പിക്കുമെങ്കിൽ കേട്ട് സന്തോഷിക്കും. തീർച്ചയായും ആക്യുറേറ്റുമാണ്. പറയൂ, നിങ്ങൾ ശ്രീകൃഷ്ണൻ്റെ മഹിമ വർണ്ണിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിൻ്റെ മഹാരാജാവും വിശ്വത്തിൻ്റെ അധികാരിയുമായിരുന്നു. അതിൻ്റെ മോഡൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആബുവിലേക്ക് വരൂ. നിങ്ങൾക്ക് വൈകുണ്ഠത്തിൻ്റെ മോഡൽ കാണിച്ചു തരാം. എങ്ങനെയാണ് പുരുഷോത്തമ സംഗമ യുഗത്തിൽ രാജയോഗം പഠിക്കുന്നത്, അതിലൂടെ പിന്നെ വിശ്വത്തിൻ്റെ അധികാരിയായത്, ആ മോഡലും കാണിച്ചു തരാം. സംഗമയുഗത്തിലെ തപസ്യയും കാണിച്ചു തരാം. പ്രാക്ടിക്കലിൽ എന്ത് നടന്നിരുന്നുവോ അതിൻ്റെ സ്മാരകം കാണിച്ചു തരാം. ആരാണോ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം സ്ഥാപിച്ചത്, ആ ശിവ് ബാബയുടെയും ചിത്രമുണ്ട്, അംബയുടെയും ക്ഷേത്രമുണ്ട്.
10-20 കൈകളുള്ള ആരെങ്കിലുമല്ല അംബ. കൈകൾ 2 ഉള്ളൂ. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈകുണ്ഠവും ആബുവിൽ കാണിച്ചു തരാം. ആബുവിൽ തന്നെയാണ് ബാബു വന്ന് മുഴുവൻ വിശ്വത്തെയും ഹെവൻ ആക്കിയത്, സദ്ഗതി നൽകിയത്. ആബു ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. എല്ലാ ധർമ്മങ്ങളിൽ ഉള്ളവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ ഒരേ ഒരു ബാബയാണ്. വരികയാണെങ്കിൽ അതിൻ്റെ സ്മാരകം ആബുവിൽ താങ്കൾക്ക് കാണിച്ചു തരാം. ആബുവിൻ്റെ വളരെയധികം മഹിമ നിങ്ങൾക്ക് വർണ്ണിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ സ്മാരകവും കാണിച്ചു തരാം. ക്രിസ്ത്യൻസും അറിയാൻ ആഗ്രഹിക്കുന്നു, പ്രാചീന ഭാരതത്തിൻ്റെ രാജയോഗം ആര് പഠിപ്പിച്ചു? അതെന്തായിരുന്നു? പറയൂ. വരൂ, ആബുവിൽ കാണിച്ചു തരാം. മുകളിൽ മേൽത്തട്ടിൽ വൈകുണ്ഠവും പൂർണ്ണമായും ആക്യുറേറ്റായി ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ടൂറിസ്റ്റ് തിക്കും തിരക്കും കൊള്ളുന്നു. അവരും വന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ആബുവിൻ്റെ പേര് പ്രസിദ്ധമായെങ്കിൽ ധാരാളം പേർ വരും. ആബു വളരെയധികം പ്രസിദ്ധമാകും. വിശ്വത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, സമ്മേളനത്തിലും മറ്റും ക്ഷണം നൽകുകയാണെങ്കിൽ ചോദിക്കണം, വിശ്വത്തിൽ ശാന്തി എപ്പോൾ ഉണ്ടായിരുന്നു? അത് അറിയാമോ? വിശ്വത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടായിരുന്നു? വരൂ, നമ്മൾ മനസ്സിലാക്കിച്ചു തരാം. മോഡലും മറ്റുമെല്ലാം കാണിച്ചു തരാം. ഇങ്ങനെയുള്ള മോഡൽ മറ്റെവിടെയും ഇല്ല. ആബു തന്നെയാണ് ഏറ്റവും വലിയ ഉയർന്നതിലും ഉയർന്ന തീർത്ഥസ്ഥാനം. അതിൽ ബാബ വന്ന് വിശ്വത്തിൽ ശാന്തിയും സർവരുടെയും സദ്ഗതിയും ഉണ്ടാക്കി. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. നിങ്ങളിലും നമ്പർ വൈസാണ്. വലിയ മഹാരഥി ആയിരുന്നാലും മ്യൂസിയവും മറ്റും സൂക്ഷിക്കുന്നവരായിരുന്നാലും ശരിയായ രീതിയിൽ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് ബാബ റീഡ് ചെയ്യുന്നുവല്ലോ. ബാബ എല്ലാം മനസ്സിലാക്കുന്നു. ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെ മനസ്സിലാക്കുന്നു. ആരെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നു എന്ത് പദവി നേടും? ഈ സമയത്ത് അഥവാ മരിച്ചു പോവുകയാണെങ്കിൽ പദവിയൊന്നും നേടാൻ സാധിക്കില്ല. ഓർമ്മയുടെ യാത്രയുടെ പ്രയത്നം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ ദിവസവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ച് കൊണ്ടുവരൂ. ഇവിടെ സ്മാരകം നിലനിൽക്കുകയാണ്. ബാബ പറയുന്നു, ഞാനും ഇവിടെയുണ്ട്, ആദിദേവനും ഇവിടെയുണ്ട്, വൈകുണ്ഠവും ഇവിടെയാണ്. ആബുവിൻ്റെ വളരെ വലിയ മഹിമയുണ്ടാകും. ആബു എന്തായി മാറും എന്നറിയില്ല. ഏതുപോലെ നോക്കൂ, കുരുക്ഷേത്രം നല്ലതാക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു. എത്ര അനേകം മനുഷ്യർ പോയി അവിടെ ഒത്തുകൂടുന്നു. ഇത്രയും ദുർഗന്ധവും മാലിന്യവുമുണ്ട്. കാര്യം ചോദിക്കുകയേ വേണ്ട. എത്ര തിരക്കുണ്ടാകുന്നു. ഭജനമണ്ഡലിയുടെ ഒരു ബസ് നദിയിൽ മുങ്ങിപ്പോയതായി സമാചാരം വന്നിരുന്നു. ഇതെല്ലാം ദുഃഖമാണല്ലോ. അക്കാലം മൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നേയില്ല. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. സംസാരിക്കുന്നവർ വളരെ സെൻസിബിളായിരിക്കണം. ബാബ ജ്ഞാനം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബുദ്ധിയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. പുതിയ ലോകത്തിലാണ് ചുറ്റി സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് അവർ കരുതുന്നു. ബാബ പറയുന്നു, ഈ പഴയ ലോകം ഇപ്പോൾ പോകാൻ പോകുന്നു. അവർ പറയുന്നു 40,000 വർഷം കിടക്കുകയാണ്. നിങ്ങൾ പറയുന്നു മുഴുവൻ കൽപ്പമേ 5000 വർഷത്തിൻ്റെതാണ്. പഴയ ലോകത്തിൻ്റെ മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ഇതിനെ ഘോര അന്ധകാരം എന്ന് പറയുന്നു. കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. കുംഭകർണൻ പകുതി കൽപ്പം ഉറങ്ങുമായിരുന്നു, പകുതി കൽപ്പം ഉണർന്നിരുന്നു. നിങ്ങൾ കുംഭകർണനായിരുന്നു. ഈ കളി വളരെ വണ്ടർഫുള്ളാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലരാണെങ്കിൽ ഭാവന കാരണം വരുന്നു.
ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ പോകാൻ തുടങ്ങുന്നു. അവരോട് പറയുന്നു, നമ്മൾ ശിവ് ബാബയുടെ അടുക്കൽ പോവുകയാണ്. ശിവ് ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഇത്രമാത്രം. അപ്പോൾ അവരും പറയുന്നു, ശിവ് ബാബ, നമ്മൾ അങ്ങയുടെ കുട്ടികളാണ്. അങ്ങയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും നേടും. ഇത്രമാത്രം. തോണി അക്കരെയാണ്. ഭാവനയുടെ ഫലം നോക്കൂ എത്ര ലഭിക്കുന്നു എന്ന്. ഭക്തിമാർഗത്തിലാണെങ്കിൽ അല്പകാലത്തെ സുഖമാണ്. ഇവിടെ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. അതാണെങ്കിൽ ഭാവനയുടെ അല്പകാലത്തെ സുഖത്തിൻ്റെ ഫലമാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 21 ജന്മത്തേക്കുള്ള ഭാവനയുടെ ഫലമാണ്. പിന്നെ സാക്ഷാത്കാരത്തിലും മറ്റും യാതൊന്നുമില്ല. ചിലർ പറയുന്നു സാക്ഷാത്കാരമുണ്ടാകണം. അപ്പോൾ ബാബ മനസ്സിലാക്കുന്നു, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. സാക്ഷാത്കാരം കാണണമെന്നുണ്ടെങ്കിൽ പോയി നൗദ ഭക്തി ചെയ്യൂ. അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. അടുത്ത ജന്മത്തിൽ അല്പം നല്ലതുണ്ടായേക്കാം. നല്ല ഭക്തനായിരിക്കുമെങ്കിൽ നല്ല ജന്മം ലഭിക്കും. ഈ കാര്യമേ വേറിട്ടതാണ്. ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ തന്നെയാണ് ലോകം മാറ്റുന്നവൻ. സ്മാരകം നിൽക്കുകയാണല്ലോ. വളരെ പഴയ ക്ഷേത്രമാണ്. അല്പം തകർന്നു പോവുകയാണെങ്കിൽ പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ശോഭ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം വിനാശി വസ്തുക്കളാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഒന്നാമതായി തൻ്റെ മംഗളത്തിനു വേണ്ടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മ വിനാശമാകട്ടെ. പഠനത്തിൻ്റെ കാര്യമാണ്. പിന്നെ ഈ മധുരയിൽ മധുബനും കുഞ്ചുഗലിയും, അതായത് ഉദ്യാനവീഥികൾ തുടങ്ങിയവ ഇരുന്നുണ്ടാക്കിയിരിക്കുകയാണ്. അവ ഒന്നും തന്നെയല്ല, ഗോപഗോപികമാരുടെ കളിയുമല്ല. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ വളരെ പ്രയത്നിക്കേണ്ടി വരുന്നു. ഓരോരോ പോയിന്റും നല്ല രീതിയിലിരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. കോൺഫറൻസിലും മറ്റും യോഗം ചെയ്യുന്നവർ വേണം. വാളിൽ മൂർച്ച ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ആർക്കും അമ്പ് തറയ്ക്കുകയില്ല. അതിനാൽ ബാബയും പറയുന്നു, ഇപ്പോൾ കാലതാമസമുണ്ട്. ഇപ്പോൾ പരമാത്മാവ് സർവ്വവ്യാപിയല്ല എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ആൾത്തിരക്കുണ്ടായേനെ. പക്ഷേ ഇപ്പോൾ ടൈമില്ല. ഒരു മുഖ്യ കാര്യം മനസ്സിലാക്കണം. രാജയോഗം ബാബ പഠിപ്പിച്ചിരുന്നു എന്നും അത് ഈ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും. ഈ ഒന്നിൻ്റെ പേരിന് പകരം ആ ഒന്നിൻ്റെ പേര് ചേർത്തിരിക്കുന്നു. അത് ഇപ്പോൾ കറുപ്പാണ്. എത്ര വലിയ തെറ്റാണ്! ഇതിലൂടെ നിങ്ങളുടെ തോണി മുങ്ങിപ്പോയി. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പഠനം സോഴ്സ് ഓഫ് ഇൻകമാണ്. സ്വയം ബാബ മനുഷ്യനെ ദേവതയാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കാൻ വരുന്നു. ഇതിൽ തീർച്ചയായും പവിത്രവുമാകണം, ദൈവിക ഗുണവും ധാരണ ചെയ്യണം. നമ്പർ വൈസ് തന്നെയാണ്. ഏതെല്ലാം സെൻറ്റേഴ്സ് ഉണ്ടോ എല്ലാം നമ്പർ വൈസാണ്. ഈ മുഴുവൻ രാജധാനിയും സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. പറയൂ, സ്വർഗം എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. എന്നാൽ അവിടെയുള്ള രാജ്യം എങ്ങനെ നടക്കുന്നു? ദേവതമാരുടെ കൂട്ടം കാണണമെങ്കിൽ ആബുവിലേക്ക് വരൂ. മേൽത്തട്ടിൽ രാജ്യം കാണിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള മറ്റൊരു സ്ഥാനവുമില്ല. അജ്മീറിൽ സ്വർഗത്തിൻ്റെ മോഡലുണ്ട് എങ്കിലും അത് മറ്റൊരു കാര്യമാണ്. ഇവിടെയാണെങ്കിൽ ആദിദേവനും ഉണ്ടല്ലോ. സത്യയുഗം ആര് എങ്ങനെ സ്ഥാപിച്ചു? ഇത് ആക്യുറേറ്റ് സ്മാരകമാണ്. ഇപ്പോൾ നമുക്ക് ചൈതന്യ ദിൽവാല എന്ന നാമം എഴുതാൻ സാധിക്കില്ല. എപ്പോഴാണോ മനുഷ്യർ സ്വയം മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വയമേ പറയും, നിങ്ങൾ എഴുതൂ. ഇപ്പോൾ വേണ്ട. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ചെറിയ കാര്യത്തിൽ തന്നെ എന്താണ് ചെയ്യുന്നതെന്ന്. ക്രോധികൾ ധാരാളമുണ്ട്. ദേഹാഭിമാനമുണ്ടല്ലോ. കുട്ടികളായ നിങ്ങളല്ലാതെ ദേഹി അഭിമാനിയായി ആരെങ്കിലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഭാഗ്യത്തിൽ ഉള്ളതുപോലെ എന്നത് പാടില്ല. ഇങ്ങനെയുള്ളവരെ പുരുഷാർത്ഥി എന്ന് പറയില്ല. അവരാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും.
പിന്നെ എപ്പോഴാണോ ഫെയിലാകുന്നത് അപ്പോൾ ഭാഗ്യത്തിൽ അതാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഭാഗ്യത്തിലുള്ളതുപോലെ എന്നൊരിക്കലും ചിന്തിക്കരുത്. സെൻസിബിൾ ആകണം. ജ്ഞാനം കേട്ട് അതിനെ സ്വരൂപത്തിൽ കൊണ്ടുവരണം. ഓർമ്മയുടെ മൂർച്ച ധാരണ ചെയ്ത ശേഷം സേവനം ചെയ്യണം. എല്ലാവരെയും ആബോ ആകുന്ന മഹാൻ തീർത്ഥസ്ഥാനത്തിൻ്റെ മഹിമ കേൾപ്പിക്കണം. വരദാനം: ഒരു ബാബ എന്ന വാക്കിൻ്റെ സ്മൃതിയിലൂടെ ഓർമ്മയിലും സേവനത്തിലും ഇരിക്കുന്ന സത്യമായ യോഗിയും സത്യമായ സേവാധാരിയുമായി ഭവിക്കട്ടെ. കുട്ടികളായി നിങ്ങൾ വായ് കൊണ്ടും മനസ്സുകൊണ്ടും വീണ്ടും വീണ്ടും ബാബ എന്ന വാക്ക് പറയുന്നു. കുട്ടികളാണെന്നിരിക്കെ ബാബ എന്ന വാക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് തന്നെയാണ് യോഗം. ബാബ ഇങ്ങനെ പറയുന്നു, ബാബ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വായിക്കൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് തന്നെയാണ് സേവനം. എന്നാൽ ഈ ബാബ എന്ന വാക്ക് ചിലർ ഹൃദയം കൊണ്ട് പറയുന്നവരാണ്, ചിലർ നോളജിൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നവരാണ്. ആരാണോ ഹൃദയം കൊണ്ട് പറയുന്നത് അവർക്ക് ഹൃദയത്തിൽ സദാ പ്രത്യക്ഷ പ്രാപ്തിയായ സന്തോഷവും ശക്തിയും ലഭിക്കുന്നു. ബുദ്ധി പ്രയോഗിക്കുന്നവർക്ക് പറയുന്ന സമയത്ത് സന്തോഷമുണ്ടാകുന്നു, സദാകാലത്തിൻ്റേതല്ല. സ്ലോഗൻ: പരമാത്മാവാകുന്ന ദീപനാളത്തിന്മേൽ അർപ്പണമാകുന്നവർ തന്നെയാണ് സത്യമായ ശലഭങ്ങൾ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു.
പവിത്രതയുടെ മഹാസാഗരമായ ശിവ് ബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.